നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. മംഗലം വള്ളത്തോൾ AUP സ്കൂളിൽ ഉജ്ജ്വലം അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. 2025-26 അധ്യയന വർഷം UP വിഭാഗം CM കിഡ്സ് സ്കോളർഷിപ്പിൽ തിരൂർ വിദ്യാഭ്യാസ ജില്ലയിൽ വള്ളത്തോൾ AUP സ്കൂളിനെ ഒന്നാമതെത്തിച്ച വിദ്യാർത്ഥി പ്രതിഭകൾക്കും LSS പരീക്ഷയിൽ മംഗലം ഗ്രാമപഞ്ചായത്തിൽ സ്കൂളിനെ ഒന്നാമതെത്തിച്ച മിന്നും താരങ്ങളെയും NMMS SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾക്കും സ്കൂളിൽ ഉജ്ജ്വലം 2026 അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ഷംന നജ്മുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തവനൂർ നിയോജകമണ്ഡലം MLA അഡ്വക്കേറ്റ് VS ജോയ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കുട്ടികൾ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ടു പോകണം. അവർക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് വളരാൻ രക്ഷിതാക്കളും സമൂഹവും വാതായനങ്ങൾ തുറന്നു കൊടുക്കണമെന്ന് MLA ഓർമ്മപ്പെടുത്തി. മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല ടീച്ചർ അനുമോദന ട്രോഫികൾ വിതരണം ചെയ്തു. PTA സഹകരണത്തോടെ സ്കൂൾ തയ്യാറാക്കിയ കായിക താരങ്ങൾക്കുള്ള ജേഴ്സിയുടെ പ്രകാശനം തിരൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ RP ബാബുരാജൻ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK സലീം, വാർഡ് മെമ്പർ അനിത കിഷോർ, മാനേജർ ഇൻചാർജ് ഇസ്മായിൽ കാരാട്ട്, MTA പ്രസിഡന്റ് രാഗി കൃഷ്ണ, PTA വൈസ് പ്രസിഡന്റ് MV സുന്ദരൻ, OSA പ്രസിഡന്റ് VV വിശ്വനാഥൻ, SSG ചെയർമാൻ TN ഷാജി, അധ്യാപകരായ CP റഷീദ, K പ്രമോദ് കുമാർ, ലിനീഷ് ഐലോട്ട്, VV സ്വപ്ന, സ്കൂൾ ലീഡർ CMT ഫൈസാൻ ഫൈസൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ പ്രകാശ് കുമാർ പറമ്പത്ത് സ്വാഗതവും USS കോർഡിനേറ്റർ E രഞ്ജു നന്ദിയും പറഞ്ഞു. ഉജ്ജ്വലം എന്ന പേരിൽ വള്ളത്തോൾ AUP സ്കൂൾ നടത്തുന്ന അനുമോദന ചടങ്ങാണ് ഇപ്പോൾ വേദിയിൽ നടക്കാൻ പോകുന്നത്. ഈ വർഷം ഈ വിദ്യാലയത്തിൽ നിന്ന് LSS USS സ്കോളർഷിപ്പ് പരീക്ഷകളിൽ കുട്ടികൾക്കും അതേപോലെ ഈ വിദ്യാലയത്തിൽ പഠിച്ച് 7ാം ക്ലാസ്സിന് ശേഷം മറ്റ് ഹൈസ്കൂളുകളിൽ നിന്ന് SSLCക്കും അതേപോലെ ഹയർ സെക്കൻഡറി +2 A+, SSLCക്കും +2 A+ നേടിയ കുട്ടികളെയും അനുമോദിക്കുക എന്നതാണ് നമ്മുടെ ഒരു കർത്തവ്യം. കാലഘട്ടമാണ് ഇത്. അപ്പോൾ ഏതൊരു കുട്ടീനെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ അവിടെ എത്രത്തോളം പഠിപ്പുണ്ട്, LSS എത്രത്തോളം കിട്ടിയിട്ടുണ്ട്, USS എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ള സംസാരം മറ്റുള്ളിടത്തു നിന്ന് കേട്ടിട്ടും ആ രീതിക്കാണ് ഇപ്പോൾ അഡ്മിഷൻ കുട്ടികളെ സ്കൂളിലേക്ക് എടുക്കുന്നത്. ഈ വള്ളത്തോൾ വിദ്യാലയം കഴിഞ്ഞ LSS USS പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ വിജയിപ്പിച്ച് ഈ നാടിൻ്റെ അഭിമാനമായി മാറിയ വിദ്യാലയമാണ്. ഈ വിദ്യാലയം ഇവിടെ അവരുടെ ഏറ്റവും ഉജ്ജ്വല വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ചടങ്ങ് നടത്തുമ്പോൾ ഈ വിദ്യാലയവും ആദരിക്കപ്പെടുകയാണ്. നല്ല ഒരു വിദ്യാലയ അന്തരീക്ഷത്തിൽ ഒരുപാട് കുഞ്ഞു മക്കൾ പഠിക്കുന്ന മനോഹരമായൊരു വിദ്യാലയമാണ്. എന്നാൽ അധ്യാപകരും വിദ്യാർത്ഥികളും മാത്രം കളിക്കുന്ന ഒരു കളിയല്ല. രക്ഷിതാക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും അധ്യാപകരും വിദ്യാർത്ഥികളും മാനേജ്മെൻറ്റും എല്ലാവരും ഒരു ടീമായി നിന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒന്നാണ് നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസം. അങ്ങനെ ഒരു ടീം വർക്കിൻ്റെ ഒരു കോർഡിനേഷൻ ഈ വള്ളത്തോൾ വിദ്യാലയത്തിൽ നമ്മുടെ മാനേജ്മെൻറ്റും നമ്മുടെ അധ്യാപകരും നമ്മുടെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരുമിച്ച് ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ ഇവിടെ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. തീർച്ചയായും ഈ വിദ്യാലയം വള്ളത്തോൾ വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ടീം വർക്കാണ്, ടീം കോർഡിനേഷനാണ്. ഏറ്റവും മനോഹരമായ കാലഘട്ടം ഈ കാലഘട്ടം. കാലിഫോർണിയയുടെ ആകാശത്തിലൂടെ വിമാനം പറത്തിയ ഒരു വൈമാനികൻ്റെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു വൈമാനികൻ ആകാശത്തോടെ ഇങ്ങനെ വിമാനം പറത്തുമ്പോൾ എല്ലാ തവണയും ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ അദ്ദേഹം വിമാനം താഴ്ത്തി പറക്കാൻ തുടങ്ങും.
ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സഹ പൈലറ്റ് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ വിമാനം പറത്തുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് വരുമ്പോൾ പ്രത്യേക അറിയിപ്പോ നിർദ്ദേശമൊന്നുമില്ല, നിങ്ങൾ വിമാനം താഴ്ത്തി പറക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ വൈമാനികൻ താഴേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, നിങ്ങൾ താഴേക്ക് നോക്കുക, അവിടെ ഒരു ചെറിയ തടാകം കാണുന്നില്ലേ? ആ തടാകത്തിൻ്റെ തീരത്ത് മനോഹരമായൊരു വിദ്യാലയം കാണുന്നില്ലേ? ഞാൻ പഠിച്ച വിദ്യാലയമാണ്. ആ വിദ്യാലയത്തിലെ ഒരു പഴയ വിദ്യാർത്ഥിയായി ആ വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് ഒരിക്കൽ കൂടി ചെല്ലണം. ആ തടാകത്തിൻ്റെ തീരത്തിരുന്ന് പഴയ ബാലനായി എനിക്ക് ഒരിക്കൽ കൂടി ചൂണ്ടയിട്ട് മീൻ പിടിക്കണം. അതിൻ്റെ മനസ്സ് കൊതിക്കുകയാണ്, അതിൻ്റെ മനസ്സ് തുടിക്കുകയാണ്. നമ്മൾക്ക് മക്കൾക്കറിയാൻ, രക്ഷിതാക്കൾക്കറിയാൻ, അധ്യാപകർക്കുമുള്ള എല്ലാ വാക്കുകളും അദ്ദേഹത്തിൽ നിന്നും തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല. അവർക്ക് തുടർന്നുള്ള വിദ്യാഭ്യാസ കാലത്തും ജീവിതത്തിലും മികച്ച വിജയങ്ങൾ ഉണ്ടാവാൻ ഒരു തുടക്കമാകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നതും നിങ്ങളുടെ ലക്ഷ്യവും ഇതുപോലുള്ള ചെറിയ സമ്മാനങ്ങളിൽ ഒതുങ്ങരുത്. വലിയ ലക്ഷ്യം, നേരത്തെ എല്ലാം സൂചിപ്പിച്ച പോലെ സ്വപ്നം കാണുമ്പോൾ വലിയ സ്വപ്നം കാണണം. എല്ലാവർക്കും വേണ്ടി, ഗ്രാമപഞ്ചായത്തിന് വേണ്ടി, ഇവിടെ കൂടിയ എല്ലാ അതിഥികൾക്കും വേണ്ടി ഒറ്റവാക്കിൽ ആശംസകൾ നേരുന്നു. ജയിക്കും. മാർക്കിന്റെ അടുത്ത് വരെ എത്തിയ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്റെ മനസ്സിലൂടെ ഇപ്പൊ കടന്നുപോയി. അവരൊക്കെ എന്റെ മനസ്സിൽ വിജയികളാണ്. ഈ വൈകിയ വേളയിൽ ഞാൻ ഇങ്ങനെയൊരു മുഹൂർത്തം നേടിത്തന്ന എൻ്റെ മക്കളോടും രക്ഷിതാക്കളോടും എൻ്റെ അധ്യാപക സുഹൃത്തുക്കളോടും അതിലുപരി PTA മാനേജ്മെന്റ്, അതല്ലാതെ പുറത്തുനിന്ന് നമുക്ക് സപ്പോർട്ട് തന്നിട്ടുള്ള എല്ലാ വ്യക്തികളോടും ഈ സ്ഥാപനത്തിന്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. അബ്ദുൽ സലാം, ജാൻ മീഡിയ ന്യൂസ്, തിരൂർ.